എൻ്റെ ദിവസം കണ്ടാലോ. രാവിലെ തന്നെ കണി കാണുന്നത് മൈക്കിളിനെയാണ്. ഇവൻ്റെ പേര് ശരിക്കും മൈക്കിളാണെന്ന് അറിയത്തില്ല. ഞാൻ ഇവനെ മൈക്കിൾ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. എനിക്ക് ഇവൻ്റെ മുഖം കാണുമ്പോൾ മൈക്കിൾ ജാക്സനെ പോലെ തോന്നും. ആരും എന്നെ വഴക്കൊന്നും പറയരുത്. ഇവൻ്റെ ഫേസ് കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. പിന്നീട് ഞാൻ ഇവൻ്റെ ഫേസ് കാണിക്കുന്ന വീഡിയോ ഇടാവേ. ഇവൻ ഇടയ്ക്കൊന്ന് സ്റ്റോപ്പായി. അപ്പോഴാണ് നമ്മുടെ സ്റ്റോപ്പിൽ ബസ് വന്നിട്ടുണ്ട് കേട്ടോ. രാവിലെ ഇൻഫോ പാർക്ക് ബസ്സിലൊക്കെ നല്ല തിരക്കാണ്. പണ്ട് ST ഒക്കെ കൊടുത്ത് പൊക്കോണ്ടിരുന്ന പോലെ തന്നെ ഇടിയും കുത്തും ചവിട്ടും എല്ലാം കൊള്ളണം, എന്നാലും അവിടെ ചെല്ലാൻ പറ്റുള്ളൂ. നമ്മുടെ സ്റ്റോപ്പ് സ്മാർട്ട് സിറ്റിയുടെ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ തന്നെ ഇതേ ഫുൾ അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അങ്ങനെ നമ്മുടെ എല്ലാ പനയും അവിടുന്ന് പറിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് മെട്രോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. എന്ത് ചെയ്യാൻ, ട്രാഫിക്കൊക്കെ നിയന്ത്രിച്ച് നമ്മുടെ സിറ്റി അടിപൊളിയാക്കണ്ടേ, കൊച്ചി സിറ്റി. ഇനി നേരെ പോയിട്ട് ബുക്കൊക്കെ വായിക്കും. നമ്മൾ ഈ ബുക്കാണിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ബുക്ക് വായനയൊക്കെ കഴിഞ്ഞിട്ട് അമ്മ കൊടുത്തുവിട്ട മീനച്ചാറും ചപ്പാത്തിയും ചായയൊക്കെ കുടിച്ച് നേരെ ഓഫീസിലേക്ക് കയറി പോവാണ്. നല്ല പണിയുണ്ട്. അങ്ങനെ ജോലിയൊക്കെ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന റെഡ് ലേഡി പപ്പായൊക്കെ കഴിക്കും. ബോഡി ഹെൽത്തൊക്കെ നോക്കണ്ടേ. ഇനി വെള്ളം എടുക്കാൻ വേണ്ടി പോകും. പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും. നല്ല വെയിലൊക്കെ കൊണ്ട് ചുട്ടു പഴുത്ത് കിടക്കുന്ന കാറ്, പിന്നെ തിരക്കിട്ടോടുന്ന കുറേ അധികം വണ്ടികൾ. നോക്കുമ്പോൾ ഇതിനെല്ലാം ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി മഴ എങ്ങനെ ആർത്ത് പെയ്തു, പിന്നെ വെയിൽ തെളിഞ്ഞു, മഴ പെയ്തു. ഇങ്ങനെ മാറി മാറി പെയ്തുകൊണ്ടിരുന്നു. പ്രകൃതിയുടെ ഒരു പ്രത്യേകമായ വികൃതമായ കാര്യങ്ങൾ എന്തൊക്കെയാണല്ലേ. ഇത് കണ്ടു നിൽക്കാൻ നല്ല രസമാണ്. പ്രകൃതി നമ്മുടെയാണല്ലോ. അപ്പുറത്ത് മഴ, ഇപ്പുറത്ത് വെയിൽ, താഴെ വണ്ടികൾ, ആൾക്കാർ തിരക്ക് പിടിച്ചോടുന്നു. അങ്ങനെ ഉച്ചയൊക്കെ കഴിഞ്ഞു, വൈകിട്ടായി, ചായ കുടിക്കാൻ സമയമായി. എല്ലാവരും കൂടെ വന്നിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ച് പോകാൻ സമയമായി. അങ്ങനെ ഓടി ചെന്ന് ബസ്സൊക്കെ പിടിച്ചു. ഇനി നമ്മൾക്ക് മീൻ വാങ്ങാൻ പോകണം. അങ്ങനെ നേരെ അത്താണിയിൽ പോയി മീനൊക്കെ വാങ്ങിച്ചു. മീനൊക്കെ വാങ്ങിച്ച് കയറി വരുമ്പോൾ മീൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരുത്തനെ കണ്ടു. ഇതാണ് എൻ്റെ പുതിയ കൂട്ടുകാരൻ. ഞാനിവനെ കുട്ടാപ്പി എന്നൊക്കെ വിളിക്കും. പക്ഷേ എൻ്റെ ഊരും നാട് പേര് ഇതൊന്നും എനിക്കറിയത്തില്ല. ഇവൻ ഈ ഹോസ്റ്റലിൻ്റെ ഇവിടെ ഉള്ളതാണ് കേട്ടോ. 1-2 പേരുണ്ട് ഇതേപോലെ തന്നെ ഇരിക്കുന്നത്. ഇവളാണോ ഇവനാണോ എന്നും കാണാൻ പറ്റിയില്ല. ഇവനിങ്ങനെ തലയൊക്കെ ചൊറിഞ്ഞു കൊടുക്കുന്നത് ഭയങ്കര താല്പര്യമാണ്. ഞാൻ കൈ എടുക്കുമ്പോൾ വീണ്ടും വീണ്ടും തല ഇങ്ങനെ കാണിച്ചു തരും. അങ്ങനെ അവനെയും കണ്ട് നമ്മൾ ഹോസ്റ്റലിലേക്ക് കയറുമ്പോൾ ഈ ഒരു കാഴ്ച, ഇത് സ്ഥിരമായിട്ടുള്ള കാഴ്ചയാണ്. ഇവിടെ ഒരുപാട് ആടുകളൊക്കെ ഉള്ള ഒരു വീടുണ്ട് കേട്ടോ. ഈ ചേട്ടൻ ആട്ടുംകൂട്ടങ്ങൾക്ക് എന്തോ ഫുഡ് കൊടുക്കുവാണേ. അതുങ്ങളെല്ലാം ചേട്ടൻ്റെ ചുറ്റും ഓടിപ്പോകുന്നതാണ്. നല്ല രസമുണ്ട്. ഹായ്, നല്ല രസം. അങ്ങനെ നമ്മൾ ഓഫീസിൽ നേരെ എൻ്റെ റൂമിലേക്ക് കയറുവാണ്. ഇന്നത്തെ ഒരു ദിവസം അവസാനിച്ചിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. അങ്ങനെ നമ്മൾ റൂമൊക്കെ തുറന്ന് അകത്ത് കയറി. ഇനി ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കണം. ഇവിടെ ആരും ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ലല്ലോ. അങ്ങനെയാണ് അടിപൊളി ലൈഫ്. അങ്ങനെ നമ്മളെ മീനൊക്കെ ഒന്ന് പൊള്ളിച്ച് ചപ്പാത്തി കൂട്ടി വൈകിട്ട് കഴിക്കുവാണ്. അപ്പം അത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റും. ബൈ.